ശ്രീ അരുൺ ബാബു, സമരസമിതി എങ്ങനെയാണ് സർക്കാരിന്റെ ഇന്നത്തെ ഈ സമീപനത്തെ നോക്കിക്കാണുന്നത്? ജനങ്ങളെ ബോധ്യത്തിലെടുത്തുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നു. ഈ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനെ ഇറക്കി ഒരു സ്ഥലം സർവേ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്ന് സർക്കാർ ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നു. അതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ സമീപനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? റെനു, 2019 അവസാനം മുതൽ അല്ലെങ്കിൽ 2020 ആദ്യം മുതൽ സമരരംഗത്തുള്ളവരാണ് ഞങ്ങൾ. ഈ പദ്ധതിയുമായി എതിരെ സമരരംഗത്തുള്ളവരാണ് ഞങ്ങൾ. അന്ന് മുതൽ ഈ സർക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും, ഞങ്ങൾ ചർച്ച നടത്തും, ഞങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയുള്ളൂ, ഞങ്ങൾ അവരെ ദ്രോഹിക്കില്ല. ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. എന്നിട്ടും ഇപ്പോഴും സർക്കാർ ഈ ചർച്ച നടത്താതെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ കടന്നു കയറി കല്ലിട്ടുകൊണ്ട് പോലീസിനെ കൊണ്ട് ഈ കല്ല് സ്വന്തം പുരയിടത്തിൽ അല്ലെങ്കിൽ സ്വന്തം അടുപ്പിൽ കല്ലിടുന്നവരെ തടയുന്നതിനെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് സർക്കാർ ഇപ്പൊ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നാണ് ഒരു ശകലം അയഞ്ഞത്. കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലെങ്കിലും ഒരു ശകലം അയവ് ഞങ്ങൾക്ക് തോന്നിപ്പിച്ചത്. അല്ല എങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ആര് എതിർത്താലും നടപ്പാക്കും. ഇനിയിപ്പോ ഈ നടത്തുന്ന സർവേ എതിരാണെങ്കിൽ, സർവേയുടെ റിപ്പോർട്ട് എതിരാണെങ്കിൽ പോലും ഇത് നടപ്പിലാക്കും എന്നുള്ള ഒരു രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു മുന്നോട്ട് പോയത്. അപ്പോ സമരസമിതിയെ മുഴുവൻ തീവ്രവാദികളെന്നും പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട്, വിദ്രോഹ മുന്നണി എന്നും പറഞ്ഞ് ആക്ഷേപിക്കാനല്ലാതെ ഇതുവരെ ഇങ്ങനൊരു ഒരു ഒരു താഴ്മയായിട്ടുള്ള ഒരു സ്വരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്നാണ് ഞങ്ങളത് കേൾക്കുന്നത്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നെന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ ഞങ്ങളുടെ ആ മഹാസംഗമത്തിൽ അണിനിരന്ന ആയിരങ്ങളെ കണ്ടതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇങ്ങനെ ഒരു താഴേക്ക് ഇറങ്ങി വന്നത്. അതായത് ഞങ്ങൾ വീടുകളിലേക്ക് വരും, ഞങ്ങൾ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ ഏറ്റവും പ്രബല ഘടകകക്ഷിയായ CPI-യിലെ പ്രകാശ് ബാബുവിനെയെങ്കിലും പ്രകാശ് ബാബുവിനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഇന്നതാണ് പദ്ധതി എന്ന്. ഇത് ഒന്നും അറിയാതെ DYFI വീടുകൾ തോറും കയറി പിന്നെ ക്യാമ്പയിൻ നടത്തുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും ഇത് എന്താണ് DPR എന്നോ എന്താണ് ബഫർ സോൺ എന്നോ ഒന്നും അറിയില്ല. അവർ വെറുതെ TV ചാനലുകൾക്ക് മുന്നിൽ വന്ന് ദിവസവും ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേരള MP അജിത് കുമാർ പറയുന്നത് അതേപോലെ തത്ത പറയുന്നത് പോലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് DYFI-ക്കാർ വീടുകളിൽ വന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പദ്ധതിയുടെ DPR കിട്ടിക്കഴിഞ്ഞ് DPR കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾക്ക് കിട്ടിയ വിവരാവകാശ രേഖ വെച്ച് ഈ പദ്ധതിയെ പഠിച്ച് ഈ പദ്ധതി കേരളത്തിനെ മുച്ചൂടും മുടിക്കുമെന്ന് സർക്കാരിനോട് പല ആവർത്തി പറഞ്ഞതാണ്. മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പലതവണ നിവേദനം കൊടുത്തതാണ്. എന്നിട്ടും കേൾക്കാതെ ഇത്ര ധാർഷ്ട്യത്തോടു കൂടി കല്ലിടുക എന്നുള്ള ഒരൊറ്റ മാർഗത്തിൽ ഈ കല്ലിടുന്നത് ഇപ്പൊ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കാനല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, തൃശ്ശൂരിൽ കോലഴി ഗ്രാമപഞ്ചായത്തിലെ അലൈൻമെന്റിൽ ഉള്ളിലിരിക്കുന്ന ഒരു വീട്, ആ വീടിന് നമ്പർ ഇടാൻ വേണ്ടി പഞ്ചായത്തിൽ ചെന്നപ്പോൾ പഞ്ചായത്ത് കൊടുത്തൊരു ലെറ്റർ ഞാൻ വേണേ വായിച്ചുതരാം. ആ ലെറ്ററിൽ പറയുന്നത് ഇത് സിൽവർ ലൈൻ അലൈൻമെന്റിൽ അല്ല എന്ന് വില്ലേജ് ഓഫീസറുടെ കത്ത് വേണം, എങ്കിലേ നമ്പർ ഇടാൻ പറ്റുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? അപ്പോ ഇത് കറക്റ്റ് ശരിയായി ഇവര് ഭൂമി അക്വയർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരു കാര്യവും ഇവർ ചെയ്യുന്നില്ല. ശരി, എന്തായാലും ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോയ സർക്കാർ സമരത്തിന് മുന്നിൽ പകച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സമരസമിതി അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.